ഉമ്മാ ഉമ്മാ എന്തേ രാത്രിയില് നിങ്ങൾ വരി, ഒരു കാര്യം കാണിച്ചേരാ. നബീസു ഈമ്മാ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി പടച്ചോൻ വലിയവനാ. എത്ര സാമർഥ്യക്കാരനായാലും അപം കണി വരിക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവര് ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല? എവിടെ പോയിരുന്നടി പാതിരാക്കി? പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ലാന്ന് കരുതിയാ? സത്യം പറ, ഓൻ വിളിച്ചിട്ടല്ലേ ഈ അവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ, എന്റെ പടച്ചോനെ. അന്നവരെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? കൊറേ നാളായി. മോളെ, പൊടിക്കുപ്പി, ഞാൻ ആരാന്നറിയോ? കുഞ്ഞിനെ താഴെ വെക്കടാ. നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ. ഇവൾ എന്റെ കുഞ്ഞാ. ഇവളെ നബീസുനും കൊണ്ടുവനാ വന്ന്. മോളെ, നബീസു. നബീസു വേണ്ട, നിങ്ങളെ ചതിയനോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ. ഇപ്പോ വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട, എന്റെ മോളെ തൊടണ്ട. ഇനിയും പക തീർക്കല്ലേ? മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്ക അവിടെ ഒരു അച്ഛനും അമ്മയും. എന്റെ വാക്ക് വിശ്വസിച്ചു. ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ. ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം, ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടും കഴിഞ്ഞാൽ ചെയ്യും. നബീസു, ഒരു പോർവിളിക്കുള്ള ശേഷി എനിക്കില്ല. വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ? അതോ ഓളെ കൊന്നിട്ടേ പോളൊന്ന് ബാസിയുണ്ടാ? ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത്. ഇന്നലെ ആ മുന്താസ് മുറിയിൽ നിന്ന് ഇറങ്ങി ഭരണ കണ്ടപ്പോ ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ, പരാതിയില്ല. പക്ഷെ എന്റെ മോളെ ഇനി എന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല. പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്തൊരു കുടുംബം താൻ കലക്കാന്ന് കരുതിയല്ലേ? അറിയോ, നബീസിനെ തെറ്റിക്കാൻ താൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ, മുൻതാസ്, ഓള് പൊളിച്ചോടിയിരിക്കുക. ആരുടെ കൂടെ? മതി. എന്റെ ജീവിതം തകർത്തു പോട്ടെ. ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നിരിക്കും. അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക്? കൂറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയുടെ ഉണ്ട ചോറിന് നന്ദി കാണിച്ചാൽ പറ്റും. മുതലാളി പൊറുക്കണം. നീചന്മാർക്ക് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യൂദാസിനെ ഓർത്തു പോയി ഞാൻ. മാറിക്ക. എല്ലാ നൂലാമാലകളും ഉണ്ടാക്കിയത് ഇയാളാ. ആ കുരുക്കഴിക്കാൻ ഇയാള് തന്നെ വേണം. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. അർത്ഥം അറിയോ കുഞ്ഞുമുക്കാക്ക്? ഇല്ല. ഈശ്വരനും അള്ളാഹും ഈശോയും എല്ലാം ഒന്ന് തന്നെ. പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീയതകളെ ഇളക്കി വിട്ടത്? മനസ്സുകൊണ്ട് ഞമ്മ നല്ലവനാണ്. പക്ഷെങ്കിപ്പോ ഞമ്മള് ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. ഞമ്മക്കൊന്ന് രക്ഷപ്പെട്ടത്. എങ്കി വാ, വന്നല്ലേ മേറ്റ് പറയും. വാ. സാരമില്ല കുട്ടി. ജാതിയും മതമൊന്നും ഏക്കാതെ വന്നപ്പോഴാണ് അവർ ഈ പെൺകുട്ടികളെ ആയുധമാക്കിയത്. നബീസുവിന് മുന്താസ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെയായിരുന്നു. എന്നിട്ട് ഓക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചെയ്തതല്ലോ, ഓളെ വശീകരിച്ച് ജയിപ്പിച്ചത്. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറുത്താൻ കൂടി ഉണ്ടായിരുന്നു അല്ലടാ? മനസ്സിൽ മാത്രമല്ല, ശരീരം മുഴുവനും പിടിവിടാതെ അതിപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ഇവള് വാങ്ങുകളെയും ചേർത്താണ് എന്നെ ഈ നിലയിലാക്കിയത്. ആരുടെയൊക്കെയോ മനസ്സിന്റെ നന്മ കൊണ്ടോ
പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ കാരുണ്യം കൊണ്ടോ കാര്യങ്ങൾക്ക് നേരെയായല്ലോ. ആശ്വസിക്കുക. എവിടെ നബീസും പൊടിമോളും? ഒന്നിനെ അകത്തേക്ക് വിടരുത്, നമ്മളെ ഏറ്റ്. എല്ലാവരും കൂടി എന്നെ തോപ്പിച്ചു അല്ലേ? ഇല്ല, ആ പടച്ചോൻ വിചാരിച്ചാലും ഈ ജമാല് തോക്കില്ല. ശിവനോട് അല്ലെങ്കിൽ ശവമായിട്ടായാലും നിന്നെയും കൊണ്ട് ഈ ജമാൽ ഇവിടുന്ന് പോവും. അടുത്തേക്ക് വരല്ലേ? വന്ന കുഞ്ഞിനെ നമ്മൾ കൊല്ലും. വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്ന കുത്തു നമ്മൾ. ആരില്ല, നിങ്ങൾ ഒരുമിച്ചില്ല, എനിക്കത് മതി. എന്തിനാടാ നിങ്ങൾ ഒരിക്കലും പെരിയരുത്. ജാതി മതല്ല, നിങ്ങളുടെ സ്നേഹമാണ് വലുത്. കുഞ്ഞു വന്നു ആരില്ല പെങ്ങൾക്ക്. ഇവള് എന്റെ കൂടി പെങ്ങളല്ലടാ. അല്ലാഹു അക്ബർ.
ജാതി